ആഗോള സമുദ്രപാതയുടെ നാടിമിടിപ്പായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം. UAE തീരത്തെ ഫുജൈറയിൽ നിന്നും വെറും 70 കിലോമീറ്റർ അകലെ നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പൽ അജ്ഞാതർ പിടിച്ചെടുത്ത് ഇറാന്റെ സമുദ്രസീമയിലേക്ക് നയിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് വെറും ഒരു കടൽ കൊള്ളയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ ചെക്ക്മേറ്റ് ആണത്. അമേരിക്കയുടെ നാവിക ഉപരോധങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പേർഷ്യൻ കരുത്തിന്റെ പ്രഖ്യാപനമായി ഈ സംഭവം മാറുന്നു. ഫെബ്രുവരി 28 മുതൽ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളുടെ തുടർച്ചയാണിത്. അമേരിക്കയും ഇസ്രായേലും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഹോർമുസ് കടലിടുക്കിന്റെ കടിഞ്ഞാൻ കയ്യിലെടുക്കുക എന്നതല്ലാതെ ഇറാന്റെ മുന്നിൽ മറ്റു വഴികളില്ല. ലോകത്തെ എണ്ണവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ പാതയിൽ ഇറാന്റെ ഓരോ നീക്കവും ലോകവിപണിയെ വിറപ്പിക്കാൻ ശേഷിയുള്ളതാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ തന്നെ അമേരിക്കൻ നാവികസേന ഇറാന്റെ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിനാലാണ് ഇറാൻ ഇത്തരമൊരു പ്രത്യാക്രമണ ശൈലി സ്വീകരിക്കുന്നത്. ഇത് തങ്ങളുടെ കടൽ അതിരുകൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടമാണ്. ദക്ഷിണ കൊറിയൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണവും ഖത്തറിന്റെ ഫ്രൈറ്റർ തകർക്കപ്പെട്ടതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഹോർമുസ് എന്ന ചോക്ക് പോയിന്റ് വഴി ഇറാൻ നൽകുന്ന താക്കീതാണിത്. നിങ്ങൾ ഞങ്ങളെ ഉപരോധിച്ചാൽ ഞങ്ങൾ ലോകത്തിന്റെ ഊർജ്ജവാതിൽ അടയ്ക്കുമെന്ന വ്യക്തമായ സന്ദേശം ഇതിലുണ്ട്. മാക്രോണിനും ട്രംപിനും ഇറാൻ നൽകുന്ന മറുപടി ഒന്നാണ്: സമാധാനം ചർച്ചയിലൂടെയാവാം, പക്ഷേ അത് പേർഷ്യൻ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കണം. ഒരു വശത്ത് ഇറാന്റെ ആണവ പദവിയെക്കുറിച്ചുള്ള ആശങ്കകളും മറുവശത്ത് സമുദ്ര സുരക്ഷയും ചർച്ചയാകുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പടിഞ്ഞാറൻ ശക്തികളുടെ സൈനിക നീക്കങ്ങൾക്കിടയിലും തങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഇറാൻ നടത്തുന്ന ഈ കരുനീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയ മാറ്റത്തിന്റെ ഗതി മാറ്റും. പേർഷ്യൻ ഉൾക്കടലിലെ തിരമാലകൾക്ക് ഇപ്പോൾ കനലുകളുടെ ചൂടാണ്. അത് ആളിപ്പടരുന്നത് ആഗോള സാമ്പത്തിക ഭദ്രതയിലേക്കാണോ അതോ ഇറാന്റെ നയതന്ത്ര വിജയത്തിലേക്കാണോ എന്ന് കാത്തിരുന്നു കാണണം. ചുരുക്കത്തിൽ ഇപ്പോൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ ഇറാൻ ഇന്ന് പഴയ ഇറാനല്ല. സ്വന്തം രാജ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കാൻ ഏത് നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ന് അവിടെ ഉള്ളത്. അത് വെറും ഇറാന്റെ സൈന്യം മാത്രമല്ല, തെരുവുകളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളിൽ നിന്നും വിപ്ലവ ഗാർഡുകൾ വരെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ നിമിഷത്തിലും ഒരേ മനസ്സോടെ മുന്നിൽ നിൽക്കാൻ തയ്യാറായ ഒരു ശക്തിയാണ് ഇറാൻ. അതിനാലാണ് ഇന്ന് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ആശങ്ക ഉയരുന്നത്. കാരണം മിസൈലുകളെക്കാൾ അപകടകാരിയായത് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നിരന്തര സമ്മർദ്ദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ ഓരോ ആക്രമണ ഭീഷണിയെയും കൂടുതൽ ശക്തിയോടെ നേരിടാൻ തയ്യാറാകുന്ന ഇറാനെ തന്നെയാണ് ഇന്ന് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഇറാന്റെ ആയുധ ശേഖരത്തെ മാത്രമല്ല, മറിച്ച് ഒരിക്കലും പൂർണ്ണമായി കീഴടങ്ങാൻ തയ്യാറാകാത്ത ആ മനോവീര്യത്തെയാണ്. കാരണം ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ച ഒരു സത്യമുണ്ട്: സ്വന്തം മണ്ണിനെയും സ്വാഭിമാനത്തെയും കാക്കാൻ എഴുന്നേൽക്കുന്ന ജനതയെ ഒരു ശക്തിക്കും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയില്ല. ഇന്നത്തെ പശ്ചിമേഷ്യയിൽ ആ സന്ദേശത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.